വോട്ട് കിട്ടാൻ കൈക്കൂലി, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർമാർക്ക് പണം നൽകുന്നുവെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. രഹസ്യമായിട്ടല്ല, ഇപ്പോൾ പരസ്യമായി തന്നെ പണം നൽകുന്നതാണ് രീതി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ വോട്ടർമാരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിക്കും. അവസാന നിമിഷം വൻതോതിൽ ക്ഷേമ വികസന പദ്ധതികൾ നടപ്പാക്കി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കും. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ബീഹാറും ഇതേ മാതൃക പരീക്ഷിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ബീഹാറിൽ നടപ്പാക്കിയത് 19,333 കോടി രൂപയുടെ പദ്ധതികൾ. ആകെ നികുതി വരുമാനത്തിന്റെ 32%. 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നൽകുന്ന മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന ഒരു മാസം മുൻപ് പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. 10,000 രൂപ ലഭിച്ച സ്ത്രീകളും അവരുടെ കുടുംബവും നിതീഷ് കുമാറിനെതിരെ വോട്ട് ചെയ്യുമോ? ഇല്ല എന്നാകും സാമാന്യ മറുപടി. 47% വനിതാ വോട്ടർമാരുള്ള ബീഹാറിലെ പുതിയ പദ്ധതി കൈക്കൂലിയാണെന്നാണ് പ്രതിപക്ഷമുയർത്തുന്ന ആക്ഷേപം. ലോക്സഭയിൽ വലിയ തിരിച്ചടിയുണ്ടായിട്ടും മഹാരാഷ്ട്രയിൽ BJP നയിക്കുന്ന മഹായുതി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു. സ്ത്രീകളുടെ അക്കൗണ്ടിൽ പണം എത്തിക്കുന്ന പ്രത്യേക പദ്ധതിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലും സർക്കാരിന്റെ തുറുപ്പുചീട്ട്. വാർഷിക വരുമാനം കുറവുള്ള സ്ത്രീകൾക്ക് 1,500 രൂപ സഹായം നൽകുന്ന പദ്ധതി മഹാരാഷ്ട്രയിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അട്ടിമറിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് 23,300 കോടി രൂപയാണ് മഹാരാഷ്ട്രയിൽ സർക്കാർ ചെലവഴിച്ചത്. പ്രവചനങ്ങൾക്കതീതമായി NDA സഖ്യം മഹാരാഷ്ട്രയിൽ തുടർഭരണം നേടുകയും ചെയ്തു. മഹാരാഷ്ട്രയിലും ബീഹാറിലും മാത്രമല്ല, കഴിഞ്ഞ 2 വർഷമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും തുടർഭരണം നേടാനുള്ള കുറുക്കുവഴിയായി പാർട്ടികൾ ക്ഷേമ പദ്ധതികളെ കാണുന്നു. 2023 തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിൽ BJP സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപ് 10,483 കോടി രൂപയാണ് ചെലവഴിച്ചത്. BJP തന്നെ വീണ്ടും അധികാരത്തിലെത്തി. ജാർഖണ്ഡിൽ JMM സർക്കാർ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുൻപുള്ള മാസങ്ങളിൽ 5,615 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. ജാർഖണ്ഡ് മുക്തി മോർച്ച തന്നെ അവിടെ വീണ്ടും അധികാരത്തിൽ വന്നു. 250 കോടി രൂപ മാത്രമാണ് 2023 തെരഞ്ഞെടുപ്പിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സർക്കാർ ചെലവാക്കിയത്. അവിടെയാകട്ടെ കോൺഗ്രസ് പരാജയപ്പെട്ടു, BJP അധികാരം പിടിച്ചു. കേരളത്തിൽ ഭക്ഷ്യക്കിറ്റ് കൊടുത്താണ് LDF സർക്കാർ തുടർഭരണം നേടിയതെന്ന് പ്രതിപക്ഷ നേതാക്കൾ പരിഹസിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കിറ്റും മറ്റാനുകൂല്യങ്ങളും ഗുണം ചെയ്തുവെന്ന് LDF തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. 2026 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ എന്തു പ്രഖ്യാപനമാകും സംസ്ഥാന സർക്കാർ നടത്തുക? ഇപ്പോൾ പരമാവധി ചെലവ് ചുരുക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി സർക്കാർ വമ്പൻ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് പൊതുവിലുള്ള അഭ്യൂഹം.